ദേ എന്റെ പടി ചവിട്ടരുത് നീ. 60 പവന്റെ ആഭരണങ്ങളില്ലാതെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കേറ്റില്ല. ഇതേ എന്റെ വീടാ. അല്ല, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി വീടാ. അച്ഛൻ ഒറ്റയ്ക്കൊന്നും അല്ല, എന്റെ കാശുകൂടിയുണ്ട്. അതൊക്കെ നീ നിന്റെ കെട്ടിയോളെ പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. എടാ, ഇത് എന്റെ പേരിൽ തീരാധാരം ചെയ്ത വീടും പരിപാടിയാ. ആരെങ്കിലും അതിൽ അവകാശം പറഞ്ഞ പറയുന്നവരെ ആദ്യം ഇവിടെ ഇറക്കി വിടും ഞാൻ. എന്നിട്ട് ആകാശിന്റെയും അഖിലയുടെയും പേരിൽ ഇഷ്ടദാനം എഴുതി വയ്ക്കും. ദേ, എന്നെ കൊണ്ട് അതിനെ നിർബന്ധിപ്പിക്കരുത്. അംബികേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ തെരുവിലായിരിക്കും നിന്റെ സ്ഥാനം. ദേ, നിന്റെ മൂത്ത മരുമോളെ പൊടിയുന്നിട്ട് അവളെ വീട്ടിൽ പോവും. പിന്നെതാ ഇവൻ അവളുടെ സാരി തുമ്പി തൂങ്ങി ശീലിച്ചും പോയി. വഴിയാധാരാവുന്നതേ നീയായിരിക്കും. ആരതി ഒഴിഞ്ഞേ അകത്തേക്ക് ഇവളെ കൊണ്ടുവരേണ്ടത് ഗൃഹനാഥയുടെ കടമയാ. അത് ചെയ്യാൻ നിനക്ക് വയ്യെങ്കിൽ ഞാനിത് ദിവ്യപ്രഭ ഏൽപ്പിക്കും. അപ്പം മുതലേ ഗൃഹനാഥയുടെ സ്ഥാനം ദിവ്യപ്രഭയ്ക്കായിരിക്കും. അത് വേണോ? അതെ, അങ്ങനെ ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോ വേറൊരു ഗൃഹനാഥയുടെ ഭരണം ഇവിടെ വേണ്ട. എന്നാ ചെയ്. മോളെ അടുത്തല്ലേ ചേർ. അളിയാ മോളെ തരുവാ. വാളിയാ. ആന്റി, ഇവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം. ഇവിടെ വാഴിക്കരുത് അവളെ. മോളെ കിഴക്കോട്ട് റെസ്റ്റോറന്റ് ഇവിടെ വയ്ക്കേ. അംബികെ, ഇനിയെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് കൂടിക്കൂടെ? അമൃത ഒന്നിങ്ങ് വന്നേ. വാ. ചെല്ല്. നീ സത്യസന്ധയാണ്, വാക്ക് പാലിക്കുന്നവളാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ. ഇപ്പോഴാ നിന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. കള്ളിയാ. സകല അടവും നിനക്കറിയാം. മാമിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. എന്നോട് എന്തേലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേണം. നീ ഇത് എന്ത് ധൈര്യത്തിലാ അനിയത്തിയെ ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചത്? ഞാനത് പറഞ്ഞല്ലോ. മാലയും കമ്മലും അല്ലാതെ മറ്റൊരു പൊന്നും വേണ്ടെന്ന് വാശി പിടിച്ചത് ആകാശ. അവന് വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് വേണം. നീ എത്ര ഭവനമായിട്ട് ഇവിടെ കയറി വന്നത്? അത് പിന്നെ എന്റെ ആഭരണങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയില്ലേ? നഷ്ടപ്പെട്ടു പോയിട്ടൊന്നുമില്ല. ഗുണ്ടകളെ പറഞ്ഞു വിട്ട് സ്വർണം തട്ടിപ്പറിച്ചതേ നിങ്ങൾ അച്ഛനും മോളും കൂടിയാ. നിങ്ങളുടെ രക്ഷകനാണല്ലോ അഭിമന്യു. അവൻ തന്നെ ആയിരിക്കും കൊണ്ടുപോയത്. വെറുതെ എന്തിനാ അഭിയെ കുറ്റപ്പെടുത്തുന്നേ? സത്യം പറയടി, ആഭരണങ്ങൾ പഞ്ചരത്നത്തിൽ തന്നെ ഇല്ലേ? ഈ എടി പൊടി വിളിയൊക്കെ ആദ്യം ഒഴിവാക്കണം. പിന്നെ ആഭരണത്തിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ കണക്കൊന്നും ദിവ്യയെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ ബോധിപ്പിക്കണം. ബോധിപ്പിച്ചാൽ മാത്രം പോരാ, 60 പവനും എനിക്ക് കിട്ടിയിരിക്കണം. ഞാനത് നിങ്ങൾക്ക് തന്നതാ. സൂക്ഷിക്കാൻ കഴിയാത്തത് മാമിയുടെ കുഴപ്പാ. നീ എങ്ങനെ നല്ല പിള്ളയൊന്നും ചമയണ്ട. സ്വർണ്ണം നിന്റെ കൈ തന്നെയുണ്ട്.
അത് നാളെ തന്നെ എന്നെ ഏൽപ്പിക്കണം. ബുദ്ധിമുട്ടാ. കാരണം ആകാശ് സമ്മതിക്കാതെ എനിക്ക് ആഭരണങ്ങൾ തരാൻ പറ്റില്ല. ഇതിനെ അനുഭവിക്കാൻ പോകുന്നത് മുഴുവനും നിന്റെ അനിയത്തിയായിരിക്കും. മാമി ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ സംസാരിക്കരുത്. ദിവ്യപ്രഭയ്ക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം തന്നെ അഖിലയ്ക്ക് ഉണ്ടാവണം. അതല്ലേ ന്യായം? ഡി, ഞങ്ങള് ദേഹണ്ടക്കാരുടെ കുടുംബമല്ല, അന്തസ്സുള്ള കുടുംബക്കാരാ. അന്നം വിളമ്പുന്നിടത്തോളം അന്തസ് മറ്റൊന്നിനുമില്ല ദിവ്യേ. വിശപ്പകറ്റുന്നതാ ഏറ്റവും വലിയ പുണ്യം. അമൃതേ, വെറുതെ വാശി പിടിച്ച് അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കണ്ട. ദേ, ആഭരണങ്ങൾ തന്നില്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരും അവള്. ഇവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം പോലും ഉണ്ടാവില്ല അവൾക്ക്. അടിമയായിരിക്കും, അടിമ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.